നെവിനെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു മുൻപ്. ആ തെറ്റിദ്ധാരണയുള്ള അതിന് തിരിച്ചു ചെയ്യുന്നതാണ്. നന്ദിയോടുകൂടി നെവിൻ പോലും അറിയാതെ നെവിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പം തിരിച്ചു വന്ന മത്സരാർത്ഥികളെല്ലാം പലരും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നെവിൻ നല്ലവനാണ്. നെവിൻ ലാസ്റ്റ് ഫൈനൽ 5 വരെ എത്തിയാൽ മതി എന്നുള്ള ആഗ്രഹമുള്ള അത്യാർത്ഥിയോ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മോഷ്ടിച്ചു വെച്ചെന്നില്ലേ. ഇപ്പം ആദിലെ അവിടെ എടുത്തു വെച്ചിരുന്ന മിൽക്ക് മെയ്ഡ് എടുത്തു വെച്ച് ആദിലെ നൂറേയും കൂടെ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ ഇരുന്ന് കോരി കഴിക്കുന്ന കണ്ടില്ലേ. അപ്പം എല്ലാവരും മോഷ്ടിക്കുന്നുണ്ട്. പലരും മോഷ്ടിച്ച്, എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട്. അതൊരു രസമായിട്ടും ഒരു കണ്ടന്റായിട്ടും അവർ ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ അവർ സാധാരണ മോഷ്ടാക്കളൊന്നും അല്ല. അത് നമുക്ക് മാറ്റിവെക്കാം. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി എടുത്ത് ആർത്തിയോടെ തിന്നുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. പക്ഷെ അക്ബറിനെയും നെവിനെയും ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ച് മോശമാക്കി നിർത്തി. ഇപ്പം തന്നെ ആദില അക്ബറിൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അപ്പുറത്തോട്ട് മാറിപ്പോയി ക്യാമറ കേൾക്കാൻ വേണ്ടി ബിഗ് ബോസിനോട് അക്ബറിനെ കുറിച്ച് കുറ്റം പറയുന്നു. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. സോ എൻ്റെ സഹോദരങ്ങളെ, അക്ബർ, നെവിൻ അവരായിരിക്കണം ഫൈനൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് വരേണ്ടത്. അവരാണ് ദ റിയൽ ഗെയിമേഴ്സ്. അവരാണ് ഈ ഷോയിലെ താരങ്ങൾ. അബദ്ധം പറ്റരുത്, തെറ്റ് പറ്റരുത്. PR-കളുടെ പബ്ലിസിറ്റികളിലും കള്ളത്തരങ്ങളിലും നിങ്ങൾ വീഴരുത്. ഇപ്പം ശൈത്യ ഉൾപ്പെടെ പറഞ്ഞു, PR-കാർ ശൈത്യയുടെ അച്ഛൻ്റെ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചു, അനുമോളുടെ ലക്ഷങ്ങൾ. ഇങ്ങനെ PR-കൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, PR-കാരുടെ മായാപ്രപഞ്ചത്തിൽ വീഴരുത്, ഫേക്കുകളിൽ വീഴരുത്. യഥാർത്ഥ മത്സരാർത്ഥികൾ ഫൈനലിൽ നിൽക്കുന്നത് നെവിനും അക്ബറും.